ബാലചന്ദ്രകുമാർ വിടവാങ്ങിയതോടെ ദിലീപിന്റെ വൈതാളികന്മാർ സന്തോഷത്തിലാണ്. ബാലചന്ദ്രകുമാറിന്റെ അസുഖത്തെക്കുറിച്ച് പോലും മ്ലേച്ഛമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ദിലീപിൽ നിന്ന് പണം കൈപ്പറ്റി ജീവിക്കുന്ന നികൃഷ്ട ജീവികൾ മുന്നോട്ട് വരുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് പൊളിറ്റിക്സ് കേരള പ്രതികരിക്കുന്നത്. പക്ഷേ ഈ നികൃഷ്ട ജീവികൾക്കൊന്നും അറിയില്ല, തൻ്റെ ജോലി പൂർത്തിയാക്കിയാണ് ബാലചന്ദ്രകുമാർ മടങ്ങിയത്. ബാലചന്ദ്രകുമാറിന് ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു, ഈ കേസിന്റെ അന്തിമ വിധി വരെ താൻ ജീവിച്ചിരിക്കണം. പക്ഷേ അന്തിമവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രകുമാറിനെ വിധി കൂടെ കൂട്ടി കൊണ്ടുപോയി. പക്ഷേ ബാലചന്ദ്രകുമാർ പോയെങ്കിലും അദ്ദേഹം തുറന്നുവിട്ട ഭൂതം, അദ്ദേഹം കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം ദിലീപിനെ ഞാഞ്ഞ് മുറുക്കുന്നു. ബാലചന്ദ്രകുമാർ എല്ലാ തെളിവും കൊടുത്തിട്ടാണ് പോയത്. ബാലചന്ദ്രകുമാർ ഒരു കാലത്ത് ദിലീപിന്റെ സുഹൃത്തായിരുന്നു. ദിലീപുമായി ചേർന്ന് പിക് പോക്കറ്റ് എന്നൊരു പടം സംവിധാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. പക്ഷേ സിനിമ കൊടുക്കാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാറിനെ ദിലീപ് വലിപ്പിച്ചു. പച്ച ഭാഷയിൽ പറഞ്ഞാൽ വലിപ്പിച്ചു. അങ്ങനെ തൻ്റെ ജീവിതവും തൻ്റെ കരിയറും തകർത്ത ദിലീപിനെതിരെ തെളിവുകളുമായി ബാലൻ ഇറങ്ങി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് രക്ഷപ്പെട്ടു പോകും എന്ന് കരുതിയ സാഹചര്യത്തിലാണ് തുറന്നു പറച്ചിലുമായി ബാലചന്ദ്രകുമാർ എത്തിയത്. അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ തമസ്കരിച്ചതും ചരിത്രം. റിപ്പോർട്ടർ ചാനലും നികേഷ് കുമാറുമാണ് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് എല്ലാ ചാനലുകളും അത് ഏറ്റെടുത്തു. ബാലചന്ദ്രകുമാർ മരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അയാളുടെ വൃക്കരോഗം കണ്ട് കോരിത്തരിച്ച വ്യക്തികളുണ്ട്. ആ വ്യക്തികളോട് പറയട്ടെ, അയാൾ തൻ്റെ കടമ നിർവഹിച്ച ശേഷമാണ് പോയത്. അയാൾ തൻ്റെ തെളിവുകൾ കോടതിയിൽ കൈമാറിയ ശേഷമാണ് പോയത്. എല്ലാം അയാൾ കോടതിക്ക് കൈമാറി. അന്തിമവാദം നടന്നുകൊണ്ടിരിക്കെ കേസിന്റെ വിധി പറയാൻ ഇനി 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് അറിവ്. ആ വിധി കേൾക്കാതെ ബാലന് പോകേണ്ടി വന്നു എന്നുള്ളത് ഒരു ദുരന്തം തന്നെയാണ്. പക്ഷേ തൻ്റെ സത്യങ്ങൾ, തൻ്റെ കയ്യിലുള്ള സത്യങ്ങൾ ഒക്കെ അദ്ദേഹം കോടതിയെ അറിയിച്ചു. അദ്ദേഹത്തെ അതിക്രൂരമാം വിധമാണ് ദിലീപിന്റെ അഭിഭാഷകർ പീഡിപ്പിച്ചത്. വൃക്കരോഗിയായ അദ്ദേഹം ഡയാലിസിസ് കഴിഞ്ഞ് കോടതിയിൽ ചെന്നിരിക്കേണ്ട ഒരവസ്ഥ വന്നു. ദീർഘനേരം അദ്ദേഹത്തെ കാത്തിരിപ്പിച്ച് ദിലീപിന്റെ അഭിഭാഷകർ അദ്ദേഹത്തെ ടോർച്ചർ ചെയ്തു. അതിലൊന്നും അദ്ദേഹം വീണില്ല. ബാലചന്ദ്രകുമാർ മരിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ബാലന് വേണ്ടി വാദിച്ചിരുന്ന ഒരുപാട് ഓൺലൈൻ ചാനലുകളും ഒരുപാട് മുഖ്യധാരാ ചാനലുകളും ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇത്രയും അസുഖം പിടിച്ച് കിടക്കുമ്പോൾ പരസ്പരം ബന്ധപ്പെടാൻ ഈ ചാനലുകൾ ആരും തയ്യാറായില്ല. അദ്ദേഹത്തിന് ഒരു തുക പിരിച്ചു കൊടുക്കാനോ ഒന്നും ആരും തയ്യാറായില്ല. മറുനാടൻ മലയാളി മാത്രമാണ് അതിന് മുൻകൈ എടുത്തത്. ഞാനൊക്കെ അറിഞ്ഞപ്പോൾ ഏറെ വൈകിപ്പോയി. ബാലേന്ദ്രകുമാറിന് ബൈപ്പാസ് സർജറി നടത്താൻ തീരുമാനിച്ചതെന്നും ബൈപ്പാസ് സർജറി കഴിഞ്ഞു എന്നൊക്കെ അറിയുന്നത് ഈ മറുനാടൻ മലയാളി ഷാജൻ ക്രിയേറ്റ വീഡിയോയിലൂടെയാണ്. അതിനു മുമ്പ് പൊളിറ്റിക്സ് കേരള അദ്ദേഹത്തിന് വേണ്ടി ധനശേഖരണ മാർഗം നടത്തിയിരുന്നു. അതെല്ലാ പ്രേക്ഷകർക്കൊക്കെ അറിയാം. എന്തായാലും ബാലന്റെ മരണത്തിൽ കൂടുതൽ ആഹ്ലാദിക്കേണ്ട ദിലീപും ദിലീപിന്റെ കൂടെ നിൽക്കുന്നവരും. കാരണം തൻ്റെ കടമ നിർവഹിച്ചിട്ടാണ് ആ വലിയ മനുഷ്യൻ പോയത്. സത്യത്തിന് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ.